വിഷു സദ്യ സീരീസിൽ റെസിപ്പി നമ്പർ 2ൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറുക്ക് കാളൻ സദ്യയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കുറുക്ക് കാളൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നേന്ത്രക്കായും ചേനയാണ് വേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു നേന്ത്രക്കായുടെ പകുതി പീസാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചേനയുടെ പകുതി പീസ്, രണ്ടും പകുതി എടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെറിയ പീസസ് ആക്കരുത്, വലിയ പീസസ് ആയിട്ടാണ് കാളനിൽ നമ്മൾ ഇടേണ്ടത്. അപ്പം ഞാനിതൊരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിലോട്ട് കഴുകി വൃത്തിയാക്കിയ ഈ ഒരു ചേനയും കായും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മഞ്ഞൾപ്പൊടി കുറവായതുകൊണ്ട് ഞാനൊരു തൈര് ചേർക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ വേവിക്കേണ്ട, ഇതുപോലെ തന്നെ തുറന്ന് വേവിക്കുന്നതാണ് കേട്ടോ നല്ലത്. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. കാളനിൽ കഷ്ണങ്ങൾ ഒരുപാട് ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വേവേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ചപ്പോഴത്തേനും മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് അടച്ച് വെച്ച് വേവിച്ചിട്ട് അതിൻ്റെ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ചേനയും കായൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു തവി വെച്ച് ഒന്ന് ഉടച്ച് മീൻസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും കേട്ടോ. അത്രയും മതി, വെന്ത് കുഴയേണ്ട കാര്യമില്ല. പിന്നെ ഞാനൊരു 1/2 ലിറ്റർ തൈര് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള തൈര് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കട്ടകളൊന്നും ഉടയ്ക്കാതെ ഇട്ട് കഴിഞ്ഞാൽ തൈര് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവും. ഇനി ആ തൈര് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക. അത് തിളയ്ക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കണമെന്നില്ല, അത് പിരിഞ്ഞ് വരത്തില്ല. തിളയ്ക്കണതിൻ്റെ മുന്നേ നമ്മൾ ഇളക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ തൈര് പിരിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. കണ്ടില്ലേ, എനിക്ക് മഞ്ഞൾപ്പൊടി കുറവായതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അത് ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിർത്താണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ തൈര് നമുക്ക് പിരിഞ്ഞു പോകത്തില്ല കേട്ടോ. കടല ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്, ഇനി ഇളക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാനൊരു നാളികേരത്തിൻ്റെ 1/4 ഭാഗം ചിരകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ തൈര് ഒക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കുഴഞ്ഞ പരുവായിൻ്റെ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം ജീരകവും കൂടിയിട്ടുള്ള കൂട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മിക്സിയുടെ ജാറിലോട്ട് ഒരു ലേശം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരപ്പ് നമുക്ക് മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, കാരണം ഇത് കുറുക്കിയെടുക്കാനുള്ളതാണ്. നമ്മൾ വെള്ളം കൂടുതൽ ഒഴിക്കുന്തോറും അത്രയും ടൈം എടുത്തിട്ട് നമുക്കിത് കുറുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളത്തിൽ തന്നെ നാളികേരം അരച്ചൊഴിക്കുക. കണ്ടില്ലേ, കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇതൊന്ന് കുറുകി വരാനുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് ടൈറ്റ് ആക്കണ്ട, കാരണം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. ഇനി നമുക്കിതിലേക്ക് കടുക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടിയിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഇതിന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, നാടൻ ഡിഷസിന്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു താളിപ്പ് നമുക്ക് നമ്മുടെ കാളനിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആഹാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ തന്നെ നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഇപ്പോൾ കണ്ടില്ല ഒന്നും കൂടി തിക്കായി കിട്ടിയിട്ടുണ്ട് അല്ലേ. കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു കുറുക്ക് കാളൻ. അപ്പോൾ ഈ ഒരു കാളൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നാളെ വീണ്ടും ഒരു അടിപൊളി സദ്യ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.